मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। Nothing is impossible. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. വിശ്വാസവും പ്രയത്നവുമാണ് വിജയത്തിന്റെ ഏണിപ്പടി. എടാ ഇവിടെ എന്തായി നടക്കുന്നേ? അയ്യോ അല്ല, നീ ആരാ? എന്തോന്ന് ചോദ്യമാണോ ഇത്? എടാ ഞാൻ പോപ്പട്ട്, സംശയമുണ്ടോ? അപ്പൊ പിന്നെ ആ നിക്കുന്നത് ആരാ? അതും ഒരു തത്തയാടാ. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ ഒരുപോലെ ഇരിക്കുന്നേ? ഓ, ലോകത്തുള്ള ഒട്ടുമിക്ക തത്തകൾ ഒരേപോലെയാ ഇരിക്കുന്നേ, പച്ച നിറത്തില്. അസംഭവ്യം എന്ന വാക്കിൽ സംഭവ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇംപോസിബിൾ എന്നത് ഐ ആം പോസിബിൾ എന്നാക്കണം. മനുഷ്യൻ ചന്ദ്രനിലെത്തി, എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. മനുഷ്യൻ വിചാരിച്ചാൽ എന്തു വേണമെങ്കിലും സാധിക്കും. അടിച്ചു പൊളിച്ചു തിമർത്തു. എനിക്ക് നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. ഓർത്തു വെച്ചോ കൂട്ടുകാരെ, നത്തിങ് ഈസ് ഇംപോസിബിൾ. അവൻ പറഞ്ഞ ആ കാര്യത്തില് കാര്യമില്ലാതില്ല. സംശയമുണ്ടോ? അതിന് മാത്രം എന്ത് കാര്യ പറഞ്ഞേ? അതിപ്പോ പറഞ്ഞ തന്നെ, നത്തിങ് ഈസ് ഇംപോസിബിൾ. സോർദാറെ, നീ എന്തിനെങ്കിലും ടെൻഷൻ ആയിട്ടിരിക്കുന്നേ? എടാ ഹണി, ഞാൻ പാസ്ത ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യായിരുന്നു, പക്ഷെ ഇവിടെ ചീസ് ഇല്ലല്ലോ. എന്നാ പിന്നെ നിനക്ക് ചീസ് ഇല്ലാതെ പാസ്ത ഉണ്ടാക്കിയാ പോരെ? ചീസ് ഇല്ലാതെ പാസ്ത ഉണ്ടാക്കുന്നത് ഇംപോസിബിൾ ആണ്. നത്തിങ് ഈസ് ഇംപോസിബിൾ. ഒന്ന് നിർത്ത് പോപ്പട്ടെ, രാവിലെ മുതൽ ഇത് തന്നെ കേൾക്കുന്നേ. കൂട്ടുകാരാ ബണി, എന്താണ് നമ്മുടെ ലൈഫ്? വെള്ളമില്ലാത്ത കരിക്കാണോ, അതോ ഒരിക്കൽ പോലും മുന്തിരിങ്ങ ഉണ്ടാകാത്ത മുന്തിരി വള്ളിയാണോ? പറയൂ, സംശയമുണ്ടോ? അല്ല, ഇപ്പൊ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ ദേഹത്ത് എന്തായാലും മുന്തിരി ഉണ്ടാവാൻ പോകുന്നില്ല. എടാ ഇവിടെ മുന്തിരി അല്ല ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫാ. അവിടെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ പേര് വരുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സംശയമുണ്ടോ? ഞാൻ പോയി പാസ്ത ഉണ്ടാക്കാം. പാസ്ത ഉണ്ടാക്കിയ ചരിത്രത്തിൽ നമ്മുടെ പേര് എങ്ങനെ എഴുതി വെക്കാനാ സോർദാറെ? എന്റെ കൂട്ടുകാരെ, നിങ്ങൾ സംസാരിക്കുന്ന വെവ്വേറെ കാര്യങ്ങളാണ്. വേറെ കാര്യങ്ങൾ സംസാരിച്ചെന്തിനാ കൺഫ്യൂസ് ആക്കുന്നത്? ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാ പോരെ? ആ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. ഒന്ന്, മനുഷ്യൻ ചന്ദ്രനിലെത്തി, എവറസ്റ്റും കീഴടക്കി. നമ്മളാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ. ആ ശരിയാ, എന്നാ പിന്നെ നമുക്ക് ചന്ദ്രനിൽ പോയാലോ? എടാ, ചന്ദ്രനിൽ അങ്ങനൊന്നും പോവാൻ പറ്റില്ല. പക്ഷെ എവറസ്റ്റ് കൊടുമുടി കയറാൻ പറ്റുമല്ലോ. എന്താ? നമ്മൾ എവറസ്റ്റ് കൊടുമുടി കയറും. സംശയമുണ്ടോ? നിന്റെ തലയ്ക്കിപ്പോ വെളിവില്ലാന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എവറസ്റ്റ് കൊടുമുടി കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ. നീ വരുന്നില്ലെങ്കിൽ നീ വരണ്ട. ഞാൻ നാളെ തന്നെ എവറസ്റ്റിലേക്ക് പോവുകയാണ്. സംശയമുണ്ടോ? എടാ സോർദാറെ, ഇവനെ ഒറ്റയ്ക്ക് വിട്ട വല്ല അപകടത്തിലും ചെന്ന് ചാടും. നമ്മളും കൂടെ പോകുന്നതാ നല്ലത്. എവറസ്റ്റിലേക്കോ? സ്വന്തം കൂട്ടുകാരനുണ്ട് എവറസ്റ്റ് എന്നല്ല, അഗ്നിപർവ്വതത്തിൽ വരെ ഞാൻ കേറിയെന്ന് വരും. അറിയോ? കഴുതേ, എവറസ്റ്റിന് അഗ്നിപർവ്വതത്തേക്കാൾ 50 അടി കൂടുതലാ. എന്തുമാത്രം ഉയരമുണ്ടെന്ന് നമുക്ക് നോക്കാന്നേ. എന്നാ പിന്നെ വാ, നമുക്ക് സാധനങ്ങൾ ബാക്കിയാ. എടാ തീറ്റപ്രാന്ത, അവിടെ കഴിക്കാനുള്ളതൊക്കെ കിട്ടും. എന്തിനാ റിസ്ക് എടുക്കുന്നത്? കഴിക്കാനുള്ളതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നേ. പോപ്പട്ട്, നീ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? നത്തിങ് ഈസ് ഇംപോസിബിൾ. എവറസ്റ്റ് നല്ല ഉയരമുണ്ട്. നീ വീണ്ടും എന്തിനാ പേടിപ്പിക്കുന്നേ? എന്തുമാത്രം ഉയരമുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാലോ. അതിന്റെ മുകളിലാണോ കയറണ്ടേ? അതെ, കൂട്ടുകാരന് വേണ്ടി നീ എവിടെ വേണമെങ്കിലും കേറുമല്ലോ. കേറ്. നത്തിങ് ഈസ് ഇംപോസിബിൾ. മാത്രമല്ല, നമ്മുടെ കൂടെ എക്സ്പെർട്ട് ഇന്റർനാഷണൽ ഗൈഡും ഉണ്ട്, വാപ്പച്ചി. ഓ, എന്താ സാറേ, വാപ്പാച്ചി അല്ല അപ്പാച്ചി. പക്ഷെ ഫോണിൽ സംസാരിച്ചപ്പോ താൻ വാപ്പച്ചി നല്ലേ പറഞ്ഞത്? അയ്യോ ഇല്ല സാറേ, ഞാൻ അപ്പാച്ചി എന്ന് തന്നെയാ പറഞ്ഞത്. തണുപ്പത്ത് നാവിടറിയതുകൊണ്ട് അപ്പാച്ചി തെറ്റി വാപ്പാച്ചി ആയതായിരിക്കും. എടോ, ഞാൻ ചോദിച്ചത് ചൈനീസ് ആണോന്നാ. അപ്പൊ താൻ അതേ നല്ലേ പറഞ്ഞത്? ചൈനീസ് ആണല്ലോ. ന്യൂഡിൽസ് ഉണ്ട്, സൂപ്പ് ഉണ്ട്, നമുക്ക് മുകളിൽ പോയി കഴിക്കാം. താൻ ഇതിനു മുമ്പ് എവറസ്റ്റ് കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എവറസ്റ്റ് കയറി നിൽക്കുവല്ലേ. എടോ, ഇവിടെയല്ല, മുകളില്, ഉയരത്തില്. അയ്യോ ഇല്ലില്ല സാറേ, ഞാൻ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ എവറസ്റ്റിൽ കയറുന്നത് എന്റെ സ്വപ്നമാണ്. അതിന്ന് സത്യമാവുമല്ലോ.
എവറസ്റ്റ് കയറുന്നത് സ്വപ്നമാണെങ്കിൽ പിന്നെ ഇയാളെന്തിനാ വന്നേ? എന്റെ ഹണി, അയാളുടെ സ്വപ്നം സത്യമാവുന്നാ പറഞ്ഞത്, അല്ലാതെ സ്വപ്നം കയറുന്ന കാര്യമല്ല. നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷെ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിലോ? നമ്മൾ എന്തായാലും തിരിച്ചു വരുമല്ലോ. ജീവിതകാലം മുഴുവൻ നമ്മൾ അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. പോകാമല്ലേ? പിന്നെന്താ, നമുക്ക് പോകാം. നമ്മൾ അവിടെ എത്തിയിരിക്കും. നത്തിങ് ഈസ് ഇംപോസിബിൾ. സംശയമുണ്ടോ? എല്ലാരും പേടിച്ചതേ വെറുതെയാണ്. ഇങ്ങനെ മല കയറാൻ നല്ല രസമുണ്ട്. ആഹാ അപ്പാച്ചി, നല്ല രസമുണ്ട്. സംശയമുണ്ടോ? അഭിനന്ദനം, അഭിനന്ദനം. ആദ്യത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് അഭിനന്ദനങ്ങൾ. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്നു. കൂട്ടുകാരെ, വൈകുന്നേരം ആകാൻ തുടങ്ങി. കാലാവസ്ഥ കൂടുതൽ തണുത്തു. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അയ്യോ വേണ്ട സാറേ, വേണ്ട. ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഹിമക്കരടികൾ ഉണ്ടാവും. താൻ തമാശ പറയല്ലേ? അയ്യോ അല്ല സാറേ, ഞാൻ സത്യം പറഞ്ഞതാ. എന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയുന്നേ. കൊള്ളാലോ, എല്ലാരും എന്നോട് ഇങ്ങനെ തന്നെയാ പറയുന്നേ. എന്റെ തലയ്ക്കും എന്തോ പ്രശ്നമുണ്ട്. ദാ നോക്ക് സാറേ, ഹിമക്കരടി വരാറുണ്ട്. ശരിയാക്ക്. വരാറുണ്ടെന്നല്ല, വരുന്നുണ്ടെന്ന് പറ. ഓടിക്കാം. ഹിമക്കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാൻ പറ്റും. നത്തിങ് ഈസ് ഇംപോസിബിൾ. ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യാ. പോയി. അയ്യോ കച്ചളിയെ, ആരോ എന്നെ തല്ലി. എന്റെ വെല്ലുവിളിയാ, നിന്നെ ആരും തല്ലിയതല്ല. മഞ്ഞ് വീഴാൻ തുടങ്ങി. അതെ സാറുമാരെ, നമ്മൾ ഇവിടെ തന്നെ തങ്ങേണ്ടി വരും. നമുക്ക് ഏതെങ്കിലും ഗുഹയിൽ തങ്ങാം. അതിന് ഗുഹ എവിടെ കിട്ടാനാണ്? നത്തിങ് ഈസ് ഇംപോസിബിൾ. അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാം. കണ്ണൂരിട്ടുന്നൊക്കെ പിന്നെ ആദ്യം ഗുഹ കണ്ടുപിടിക്കണേ. ദാ മുകളിലായി നമുക്ക് പറ്റിയ ഗുഹ കാണുന്നുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. സാറുമാരെ അഭിനന്ദനങ്ങൾ. നമ്മളിതാ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി മൂന്നാം സ്റ്റേജ് ബാക്കിയുണ്ട്. ഇതൊക്കെ കാണുമ്പോ ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റേജ് വന്ന പോലെ തോന്നുന്നേ. അയ്യോ, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ? ഉണ്ടല്ലോ സാറേ. അല്ല, ഈ മാസ്ക് എന്തിനാ സാറേ വെച്ചിരിക്കുന്നത്? എടോ, ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി മാസ്ക് വേണ്ടി വരില്ലേ? പക്ഷെ ഈ സിലിണ്ടറിൽ ഓക്സിജൻ ഇല്ല, ഇത് കാലിയാണ്. കാലി സിലിണ്ടറുമായിട്ട് വന്നിരിക്കുകയാണോ? തന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? അതെനിക്ക് അറിയില്ല സാറേ. പക്ഷെ സാർ ഈ പറഞ്ഞത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടുകാരും പറയുന്നത്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു. സംശയമുണ്ടോ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. താൻ ന്യൂഡിൽസും സൂപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്. എന്നാ വേഗം പാത്രവും പിറവൊക്കെ എടുക്ക്. ഓ, അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എടോ, പിന്നെ ഇതൊക്കെ എങ്ങനെയാ നമ്മൾ തിന്നുക? ഇത് ഇടിച്ചു പൊടിക്കണം, വായിലേക്ക് ഇടണം, പല്ലുകൊണ്ട് ചവയ്ക്കണം. ഓ. എന്റെ സാറേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സൂപ്പ് എന്ന് കേട്ടപ്പോ വായിൽ വെള്ളം വന്നില്ലേ? ഈ സൂപ്പിന്റെ പൗഡർ വായിലേക്ക് തട്ടണം, അത് പിന്നെ വായിലെ വെള്ളവുമായി ചേരും. പിന്നീട് അകത്ത് വെച്ച് അത് സൂപ്പാകും. കാലാവസ്ഥ മോശമായില്ലെങ്കിലും വിശന്ന് വലഞ്ഞ് എന്റെ അവസ്ഥ മോശമാകും. അത് കൊള്ളാമല്ലോ സാറേ. സാറിന്റെ അവസ്ഥ അങ്ങനെ മോശമാവില്ല. ഇത്രയും നൂഡിൽസ് ഇല്ലേ, കഴിച്ചോളൂ. ഇയാളുടെ തലക്കകത്തെ എനിക്കുള്ള അത്ര ബുദ്ധി പോലും ഇല്ല. ഡോക്ടർ ഇത് തന്നെയാ പറയാറുള്ളത്. ഡോക്ടറോ? ആ അതെ, മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ. സത്യത്തിൽ സാറാണ് എന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എടാ നീ പ്രാന്താശുപത്രിയിലേക്കാ ഫോൺ ചെയ്തേ? അല്ലടാ, ചിലപ്പോ അത് റോങ് നമ്പർ ആയിരിക്കും. സംശയമുണ്ടോ? ഏതോ ട്രെയിൻ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ അല്ലല്ലോ സാറേ, ഇതിപ്പോ ലോഞ്ചാ വരുന്നത്. എന്തോന്ന് ലഞ്ച് വരുന്നുണ്ടെന്നോ? ദൈവം സഹായിച്ചു, എന്റെ പ്രാർത്ഥന കേട്ടു. അയ്യോ ലഞ്ചല്ല, ഇപ്പൊ ലോഞ്ചാ വരുന്നത്. അതെന്താ ഈ ലോഞ്ച്? ഈ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അടർന്നു വീഴില്ലേ, അതിനെ ഞങ്ങൾ ഇവിടെ ലോഞ്ച് എന്നാ പറയാറുള്ളത്. ഓടിക്കോ. നമ്മളിതാ വീണ്ടും താഴെ എത്തിയല്ലോ. ഇനിയിപ്പോ വീണ്ടും കേറേണ്ടി വരില്ലേ? വേണ്ട. അതെന്താ, നിനക്ക് ചരിത്രത്തിൽ പേര് വരണ്ടേ? ഇങ്ങനെ തോൽവി സംബന്ധിച്ച് തിരിച്ചു പോവാണോ? എന്റെ കൂട്ടുകാരെ, നമ്മൾ അവിടെ സെക്കൻഡ് സ്റ്റേജ് വരെ എത്തിയതായിരുന്നില്ലേ? കുഴപ്പമില്ല, അത് തന്നെ ധാരാളമാ. പലർക്കും അവിടം വരെ പോലും എത്താൻ സാധിക്കാറില്ല. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എല്ലാവർക്കും എല്ലാ ജോലികളും പോസിബിൾ ആവണമെന്നില്ല. ഐസ് കൊണ്ടുണ്ടാക്കിയ ചുറ്റിക കൊണ്ട് ലോഹത്തെ പൊട്ടിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? പോപ്പട്ടെ എന്റെ കൂട്ടുകാരാ, ഇപ്പൊ നീ ഞങ്ങളോട് പറഞ്ഞ ജ്ഞാനം അത് കലക്കി പോപ്പട്ടെ. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.